ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മൊഴി നൽകി. ഈഞ്ചയ്ക്കലിലെ ഓഫീസിലെത്തി കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ലഭിച്ച വിവരങ്ങൾ SITക്ക് ചെന്നിത്തല കൈമാറുകയും ചെയ്തു. തന്നെ കാര്യങ്ങൾ അറിയിച്ച വ്യക്തിയുടെ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കിട്ടിയ വിവരങ്ങൾ കൈമാറിയെന്ന് മാത്രം, തൻ്റെ കയ്യിൽ തെളിവുകളില്ല എന്നത് ആദ്യമേ പറഞ്ഞതാണ് എന്നും ചെന്നിത്തല പറഞ്ഞു. വ്യവസായിയുടെ പേര് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. വിവരങ്ങൾ സത്യമാണോ അല്ലയോ എന്ന കാര്യം അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ. സത്യമാണെന്ന വിശ്വാസമാണ് തനിക്കുള്ളത്. വിവരങ്ങളാണ് കൈമാറിയതെന്നും തെളിവല്ലെന്നും തൻ്റെ ഉത്തരവാദിത്തമാണ് താൻ നിറവേറ്റിയതെന്നും ചെന്നിത്തല വ്യക്തമാക്കുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച വിവരങ്ങളാണ് കൈമാറിയത്. ഇതേപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് വസ്തുതകൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പ്രത്യേക അന്വേഷണ സംഘത്തിനാണ്. ഈ മോഷണത്തിന് അന്തർദേശീയ ആൻറ്റിക് സ്മഗ്ലേഴ്സുമായി എങ്ങനെ ബന്ധമുണ്ട് എന്ന കാര്യമാണ് അവരുടെ മുന്നിൽ പറഞ്ഞത്. തനിക്ക് കിട്ടിയ വിവരങ്ങൾ താൻ നേരത്തെ ഒരു കത്ത് മുഖേന SIT ചീഫ് വെങ്കടേഷിന് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കണം എന്നറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച മുഴുവൻ വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ശബരിമലയിൽ നിന്നും കാണാതെ പോയ സ്വർണ്ണപ്പാളികൾ ഇനിയും കണ്ടെത്തിയിട്ടില്ല. അത് എവിടെയാണെന്നത് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു പൊതുപ്രവർത്തകനും സിറ്റിസൺ എന്ന നിലയിലും ഇത്തരം കിട്ടിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൈമാറുക എന്നത് തൻ്റെ കടമയാണ്. ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കും തൻ്റെ ഉത്തരവാദിത്തമാണിത്. അവർ എന്നെ വന്ന് കാണാമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. പക്ഷേ അവിടെ പോയി മൊഴിയെടുക്കാമെന്നാണ് താൻ അങ്ങോട്ട് പറഞ്ഞതെന്നും അത് പ്രകാരം മൊഴി നൽകിയിട്ടുണ്ടെന്നുമാണ് ചെന്നിത്തല വെളിപ്പെടുത്തുന്നത്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ആൻറ്റിക് സ്മഗ്ലേഴ്സ് സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പ്രത്യേക സംഘമാണ്. വ്യവസായി പറഞ്ഞ കാര്യങ്ങളെല്ലാം തനിക്ക് പരസ്യമായി വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും അത് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നു എന്നതുകൊണ്ട് താൻ പറയുന്നത് ശരിയല്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശബരിമലയിൽ നിന്നും കാണാതെ പോയ സ്വർണ്ണപ്പാളികൾ എവിടെ എന്ന് കണ്ടെത്തുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഏറെ വിലപ്പെട്ട ചില വിവരങ്ങളാണ് കൈമാറിയത് എന്നാണ് ചെന്നിത്തല ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്.